ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ കേബിൾ കാറിൽ ഗുൽമർഗില് നല്ല ഭംഗിയുള്ള സൈഡ് വ്യൂ ആണ്. ഒന്ന് കണ്ടു നോക്കൂ, എത്ര മനോഹരമാണെന്ന്. കാശ്മീർ സൂപ്പർ സ്ഥലമാണ്. പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ കാശ്മീരിൽ വരണം. അതെന്റെ റിക്വസ്റ്റ് ആണ്. നല്ല ഭംഗിയുള്ള ഏരിയ നമുക്ക് കാണാം. നമ്മൾ ഓൾറെഡി കാശ്മീരിൽ നിന്ന് ഗുൽമർഗിലേക്ക് പോകുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ടൂർ പാക്കേജിനെ കുറിച്ചും എത്രയൊക്കെ നമുക്ക് എക്സ്പെൻസ് ആയെന്നും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗുൽമർഗിൽ എത്തി. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഗോൾഫ് കോഴ്സ്. സീ ലെവലിൽ നിന്ന് 2650 അടി മുകളിലാണ് ഈ ഗോൾഫ് കോഴ്സ്. അതുകൂടാതെ തന്നെ വേൾഡിൽ തന്നെയുള്ള ഹയസ്റ്റ് ഗ്രീൻ ഗോൾഫ് കോഴ്സാണ് ഇത്. അപ്പോൾ എന്ത് രസമാണെന്ന് നോക്കി. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഗുൽമർഗിലോട്ട് നമുക്ക് ഈ വഴിയും പോകാം, ഈ ഗോൾഫ് കോഴ്സ് ചുറ്റിയും പോകാം. ഈ ഗോൾഫ് കോഴ്സ് ചുറ്റി കുതിരക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു 4000 രൂപ കൊടുക്കണം. ഈ വഴി നമ്മൾ പോവുകയാണെങ്കിൽ ഒരു കാശും കൊടുക്കാതെ നമുക്ക് പോകാം. പിന്നെ ഇവിടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ 100 രൂപക്ക് പോവുകയും ചെയ്യാം. നടന്നു പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. 2 കിലോമീറ്റർ നടക്കാനുള്ളൂ. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ആസ്വദിച്ച് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് നടന്നു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ചുറ്റിക്കറങ്ങി കൊണ്ടുപോകും കേട്ടോ. 4000 രൂപ എടുത്തു കഴിഞ്ഞാൽ കുതിരക്ക് നമ്മൾ ചുറ്റിക്കറങ്ങി കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മളുടെ നല്ല ഗൈഡ് അല്ലെങ്കിലും നല്ല ടൂർ പാക്കേജ് അല്ലെങ്കിലും നമ്മൾ പെട്ടുപോകും. നമ്മൾ കാശ്മീർ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും എന്ന് പറയുന്നതിന് മെയിൻ എക്സാമ്പിളാണ് ഞങ്ങൾക്ക് ഫോർച്യൂണിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. അവർക്ക് ഓൾറെഡി ഒന്നും അറിയില്ലായിരുന്നു. നമ്മളുടെ ഗൈഡായിട്ട് വന്നിരുന്ന വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറായിട്ടാണെങ്കിൽ പറഞ്ഞത് 2 റൂട്ടും സെയിം ആണെന്നാണ്. പക്ഷേ ഇതിൽ നിന്ന് നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് നടന്നെത്തുന്നത് ചുറ്റി ഒരു 1.5 മണിക്കൂർ ചുറ്റി വന്നവരും ഉണ്ട് കേട്ടോ. നമ്മളവിടെ ചെന്ന് നമ്മളുടെ ഗോണ്ടോള റൈഡിന് നിൽക്കുമ്പോൾ അവിടെ ചെന്ന് നിന്നപ്പോൾ ഒരുപാട് പേരെ കണ്ടു, മലയാളികളെ. അപ്പോൾ ഇതുപോലെ പറ്റിക്കപ്പെട്ടവരും ഉണ്ട്. അപ്പോൾ ചിലവർ പറയണ് അവരുടെയും ഗൈഡ് ഇങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്തില്ല, അത് കാരണം തന്നെ അവർ കുതിരക്ക് പോകാതെ ചുറ്റിക്കറങ്ങിപ്പോയി അത് 1.5 മണിക്കൂർ നടന്നു വരേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാനാണ് നിങ്ങൾ കൃത്യമായിട്ട് അവിടെയുള്ള നമ്മൾ പട്ടാളക്കാരൊക്കെ ഉണ്ടാവും അവിടെ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് വഴി പറഞ്ഞു തരും. ബാക്കി അവിടെയുള്ള ലോക്കൽസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും കറക്റ്റായിട്ട് പറഞ്ഞു തരില്ല. അവർ മിക്കതും നമ്മളുടെ നിന്ന് ക്യാഷ് അടിച്ചു മാറ്റാൻ വേണ്ടി പല രീതിയിലും പല കാര്യങ്ങളും പറഞ്ഞു തരും. നമ്മളിപ്പോൾ ഗോണ്ടോള റൈഡിന് കയറി, നല്ല രസമുണ്ട്. പെട്ടെന്ന് ആദ്യം തന്നെ ഭയങ്കര സ്പീഡാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര സ്പീഡിലാണ് ആദ്യം അങ്ങോട്ട് നമ്മളുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് സ്പീഡില്ലെന്നല്ല, നല്ല സ്പീഡിൽ തന്നെയാണ്. എന്നാൽ ആ ആദ്യത്തെ ഒരു സ്പീഡ് ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല രസമാണ്. 2 സൈഡും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഞാൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു ആ ചെടികളാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. അതിങ്ങനെ ക്രിസ്മസ് ട്രീ പോലെ ഇങ്ങനെ പൊന്തിയിരിക്കുകയാണ്. അതിൻ്റെ പേര് പറഞ്ഞായിരുന്നു, പക്ഷെ അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതിങ്ങനെ പൊന്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു കമൻറ്റ് ബോക്സിൽ ഇടണേ. ക്രിസ്മസ് ട്രീ പോലത്തെ ഈ ചെടികളുടെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ എനിക്കും പിന്നീട് ഓർത്തിരിക്കാൻ നല്ലതാണല്ലോ. അപ്പോൾ ഈ ചെടി എന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. നല്ല രസം എന്ന് വെച്ചാൽ നല്ല രസമായിട്ടുള്ള ചെടികളാണ്. ഇതിങ്ങനെ ഫുള്ള് മലയിൽ നിൽക്കുന്ന കാരണം തന്നെ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ഹട്ടുകൾ കാണാൻ പറ്റും. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് മുകളിൽ ഒരുപാട് ഹോഴ്സ് റൈഡിങ്ങുകളുണ്ട് കേട്ടോ. നമ്മൾ ഈ മുകളിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി അവിടെ നിന്ന് പിന്നെ പോകുന്നത് നല്ല ഭംഗിയായിരിക്കും. പക്ഷെ നമ്മൾ പോയില്ല, കാരണം അത്രയും എക്സ്പെൻസ് നമുക്ക് ഓൾറെഡി ആയല്ലോ. നമ്മൾ ഓൾറെഡി ആഗ്ര, ജയ്പൂര്, പിന്നെ പഞ്ചാബ് എല്ലാം ടച്ച് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നല്ല ഒരുവിധം എക്സ്പെൻസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരുവിധം നമ്മളുടെ പോക്കറ്റൊക്കെ കാലിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും ഒരു ഹോഴ്സ് റൈഡിന് പോകാൻ നമുക്ക് അത്രയും തോന്നിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഹോഴ്സ് റൈഡിന് പോകണ്ട, നമ്മൾ തന്നെ അവിടെ നടന്ന് ഫുള്ള് കാണാം എന്നൊക്കെ വിചാരിച്ചു നമ്മൾ തന്നെ അവിടെ നടന്ന് കാണാൻ തീരുമാനിച്ചു. അപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ ഹോഴ്സ് റൈഡിന് പോകണില്ല. ഇതൊരു 10-15 മിനിറ്റോളം വേണ്ടി വന്നിട്ട് മുകളിലോട്ട് നമ്മൾ എത്താൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലില്ലേ, നമ്മൾ ഇവിടെ ശരിക്കും കാശ്മീർ എന്തോരം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് പെട്ടെന്ന് എടുത്ത നമുക്കൊരു സർപ്രൈസ് ആയിട്ട് തന്ന ഒരു പാക്കേജ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കി എല്ലാ സ്ഥലങ്ങളും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഇവിടെയും നല്ല സ്ഥലങ്ങളുണ്ട്. പെഹൽഗ്രാം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മളിവിടെ 3 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ ഇന്നാണ് നമ്മളുടെ കാശ്മീരിൽ ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ നമ്മൾ 3 ദിവസം നമുക്ക് കിട്ടിയുള്ളൂ.
പെഹൽഗ്രാമിൽ നമുക്ക് പോകാൻ പറ്റിയില്ല, കാരണം ഇവിടെ 3 ദിവസം ഉണ്ടായുള്ളൂ. ഫസ്റ്റ് ഡേ നമ്മൾ വന്നിറങ്ങിയ ദിവസം തന്നെ ദാൽ ലേക്കൊക്കെ കണ്ടു. സെക്കൻഡ് ഡേ ആണെങ്കിൽ നമ്മൾ സോൻമർഗിൽ പോയി. തേർഡ് ഡേ ആണ് നമ്മൾ ഗുൽമർഗിൽ വന്നത്. ഈ ഗുൽമർഗിനേക്കാൾ വളരെ ഭംഗിയാണ് കേട്ടോ സോൻമർഗ്. ഏറ്റവും അവസാനം നിങ്ങൾ പോവുകയാണെങ്കിൽ ഏറ്റവും അവസാനം പോകേണ്ട സ്ഥലം സോൻമർഗാണ്. പഹൽഗ്രാമും അല്ലെങ്കിൽ ഗുൽമർഗൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ സോൻമർഗിൽ പോകാൻ. സോൻമർഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ഭംഗിയുള്ള അത്രയ്ക്ക് രസമുള്ള സൂപ്പർ സ്ഥലമാണ്. നമ്മൾ ആദ്യം ഗുൽമർഗിൽ വരേണ്ടിയിരുന്നു. ഗുൽമർഗിൽ വന്ന് ഇത് കാണുമ്പോൾ നമുക്ക് സോൻമർഗ് കാണുമ്പോൾ അതിലും വലിയൊരു ഇത് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ ആദ്യം സോൻമർഗ് കണ്ട് ഗുൽമർഗിലോട്ട് വരുമ്പോൾ നമുക്ക് അത്ര ഫീൽ ഉണ്ടാവില്ല. പക്ഷേ ഇത് മഞ്ഞുള്ള ടൈമിലാണ് ശരിക്കും ഗുൽമർഗ് സൂപ്പർ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ പൂക്കളുള്ളപ്പോഴും നല്ല രസമാണ് ഗുൽമർഗ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നല്ല രസമായിരിക്കും ഗുൽമർഗ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ടൈമായിരിക്കും ഒക്ടോബർ നവംബർ. പിന്നെയുള്ളത് ഡിസംബർ തുടങ്ങിയുള്ള സീസണാണ്. അപ്പോൾ ഡിസംബർ തുടങ്ങിയൊക്കെ നല്ല രസമായിരിക്കും, മഞ്ഞൊക്കെ വീണ്. പിന്നെ ഇതിൽ കൂടെയൊക്കെ സ്കേറ്റിങ്, പാരാഗ്ലൈഡിങ്, ഇതൊക്കെ മഞ്ഞിൽ ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ ടൈമിലല്ലോ വന്നിരിക്കുന്നത്. നമ്മൾ ശരിക്കും പോകാൻ ഉദ്ദേശിച്ചത് മണാലിയാണ്. മണാലിയിലും റൊത്തം പാസിലൊക്കെയാണ്. പക്ഷെ അവിടെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ടാണ് തന്നെ നമ്മൾ പ്ലാനിങ്ങിലൊക്കെ മാറ്റി നമ്മൾ ഡൽഹിയിൽ സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ടാണ് നമുക്ക് ശ്രീനഗറിലോട്ടുള്ള ടിക്കറ്റും പിന്നെ അതുകൂടാതെ ട്രാവൽ പാക്കേജൊക്കെ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇത് ശ്രീനഗർ എന്തൊക്കെയുണ്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും അറിഞ്ഞില്ല. നമ്മൾ ട്രാവൽ പാക്കേജുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സോൻമർഗ് പോവാം, പഹൽഗ്രാമിൽ പോവാം, അല്ലെങ്കിൽ ഗുൽമർഗിൽ പോവാം. ഈ 3 ഡേയ്സേ ഉള്ളൂ. 3 ഡേയ്സിൽ 2 പ്ലേസിലേ പോകാൻ പറ്റുള്ളൂ. കാരണം 3 ഡേയ്സിൽ ഒരു ഡേ നമ്മൾ വന്ന ദിവസമാണ്. പിന്നെ നാളെ നമ്മൾ രാവിലെ തന്നെ പോകും. ഇവിടെ നിന്ന് പോവുകയാണ് കാശ്മീരിൽ നിന്ന്. അപ്പോൾ അത് കാരണം നമ്മൾ മിസ്സായ ഒരു പ്ലേസ് പഹൽഗ്രാമാണ്. നമ്മൾ ഗൊണ്ടോള റൈഡിന് ക്യൂവിൽ നിന്നപ്പോൾ ഒരുപാട് മലയാളികളെ കണ്ടു. അവരാരും നമ്മളുടെ ഈ ഗ്ലേസിയേഴ്സ് കിടന്ന സ്ഥലത്തോട്ടോ കുതിരക്ക് റൈഡിനോ ഒന്നും പോയിരുന്നില്ല. പക്ഷെ കുതിരയുടെ റൈഡ് സൂപ്പറാണ് കേട്ടോ. ഗ്ലേസിയേഴ്സിൻ്റെ ആ ഏരിയയിലോട്ടൊക്കെ പോകുന്ന കുതിരയുടെ റൈഡും അരുവികളിലൂടെയുള്ള യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൊണ്ടോള റൈഡിൽ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഉണ്ട്. സെക്കൻഡ് ഫേസിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഹിമാചൽ പർവ്വതനിരകൾ കാണാൻ പറ്റും. പക്ഷേ മഞ്ഞുള്ളപ്പോഴാണ് സെക്കൻഡ് ഫേസിലോട്ട് യാത്ര അലൗഡ് ആയിരിക്കുന്നത് എന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ ഫസ്റ്റ് ഫേസിൽ വന്നു. ഫസ്റ്റ് ഫേസിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്തത്. അവിടെ നിന്ന് നമുക്ക് കുതിര റൈഡുകളുണ്ട്. അപ്പോൾ കുതിര റൈഡുകൾ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ചെറിയ ചെറിയ അരുവികൾ, മലകൾ, ഗ്ലേസിയേഴ്സ് എല്ലാ സ്ഥലത്തോട്ടും പോകുന്ന ആ യാത്രയാണ് ഈ സോൻമർഗിൽ പോയതുപോലെ തന്നെ. പക്ഷെ അവിടെ നിന്ന് നമ്മളൊന്നിനും പോയില്ല. ഇവിടത്തെ തന്നെ ഭംഗി ആസ്വദിക്കാനുണ്ടായിരുന്നു. ചെമ്പരിയാടുകളുടെ കൂട്ടം ഓടുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ അരുവികളുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ പൂക്കൾ എന്ത് ഭംഗിയാണെന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ല രസമാണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ. മെഡുവാണ്, നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് ഫുള്ള് കുഞ്ഞു കുഞ്ഞു മഞ്ഞപ്പൂക്കൾ. പിള്ളേരൊക്കെ ഇരുന്ന് തച്ചിന് മോനൊക്കെ ഇരുന്ന് ഓടി നടന്ന് പറിക്കുകയായിരുന്നു. എന്നിട്ട് എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. ഈ സെക്കൻഡ് ഫേസിലോട്ട് പോകുന്ന ഇതാണ് സെക്കൻഡ് ഫേസിലോട്ട് പോകുന്ന പാത്ത്. നേരെ പോകുന്നത് മലയുടെ ഏറ്റവും മുകളിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹിമാചൽ പർവ്വതനിരകൾ കാണാൻ പറ്റും. ഇവിടെ നിന്നാൽ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നിന്ന് കാഴ്ച തന്നെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. മലയുടെ താഴ്വാരത്തിലല്ല നമ്മൾ നിൽക്കുന്നത്, ഏറ്റവും മുകളിൽ തന്നെ നിന്നിട്ട് താഴോട്ട് നമ്മൾ ഈ മൂന്നാർ ഊട്ടിയിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ താഴോട്ട് നോക്കുന്ന പോലെ ഒരുപാട് മലകളിങ്ങനെ താഴേക്ക് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഫീലിംഗ് അല്ല. വളരെ മലയുടെ ഏറ്റവും മുകളിൽ നിന്നും ഭയങ്കര കൂളായിട്ടുള്ള ഒരു നല്ല ക്ലൈമറ്റ് നമ്മൾ ആസ്വദിക്കുകയാണ്. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ, ടൂറിസ്റ്റുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. മലയാളികൾ ഒരുപാട് പേരെ കണ്ടു. പല പാക്കേജായിട്ട് പല സ്ഥലത്തുനിന്ന്, കണ്ണൂർ, കാസർഗോഡ്, അതുകൂടാതെ എറണാകുളത്തുനിന്ന്, അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് വന്ന ഒരുപാട് മലയാളികൾ നമ്മൾ അവിടെ വെച്ച് മീറ്റ് ചെയ്തായിരുന്നു. ആരും പഹൽഗ്രാം, സോൻമർഗ്, ഗുൽമർഗ് ഈ 3 സ്ഥലങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കാശ്മീരിൽ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ഈ 3 സ്ഥലത്ത് ടൂർ പാക്കേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ വരികയാണെങ്കിൽ ഒരു 5 ദിവസത്തെ ടൂർ പാക്കേജ്, 5 ദിവസം ശരിക്കും മതിയാവാതെ വരും. 5 ദിവസം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. ശരിക്കും 5 ദിവസങ്ങളും മിനിമം അവിടെ വേണം. എന്നാലേ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാശ്മീരിൽ കാണാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലം ഉണ്ടോ കാശ്മീർ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഇനിയും ഒന്നും കൂടി വരാൻ തോന്നും.
അത്രയ്ക്ക് ഭംഗിയാണ് ഈ കാശ്മീർ കാണാൻ. അത്രയ്ക്ക് നല്ല ക്ലൈമറ്റാണ്. നമ്മൾ ആപ്പിൾ തോട്ടങ്ങളൊക്കെ ഇനി കാണാൻ പോകുന്നുണ്ട് കേട്ടോ. ആപ്പിൾ തോട്ടത്തിൻ്റെ കാണാൻ പോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇനിയിപ്പോൾ കുറച്ച് നേരമല്ലേ നമുക്കുള്ളൂ. ഗുൽമർഗിൽ നമ്മൾ ഇവിടെ എല്ലാം കേട്ടോ, കുതിരകൾ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. നമ്മളുടെ പിള്ളേർ കിടന്ന് ഓടി കളിക്കുകയാണ് കേട്ടോ. നല്ല രസമുള്ള ക്ലൈമറ്റാണല്ലോ. നമ്മൾ വേർക്കൊന്നുമില്ല, നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട്. അവിടെയാണെങ്കിൽ ഫുള്ള് ചെമ്പരിയാടായിരുന്നു. ഇപ്പം ഈ ചെമ്പരിയാടിന് തീറ്റ കൊടുക്കൽ, അതിൻ്റെ പുറകെ ഓടൽ, അതുകൂടാതെ ഒരുപാട് ആൾക്കാർ അവിടെ ചെമ്പരിയാടിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. കാശ്മീരിൻ്റെ ഷോളായ പശ്മീന എന്ന് പറയുന്ന ഷോളുണ്ട്. ആ ഷോൾ പിടിച്ചാണ് ആൾ പോയത്. അതുപോലത്തെ ഒരുപാട് ഷോളുകളൊക്കെ ആൾക്കാർ കൊണ്ടുപോയി നടക്കുന്നുണ്ട്. നമ്മളുടെ നാട്ടിൽ ഈ ഷോളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാനതൊന്നും മേടിച്ചില്ല. പിന്നെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുത്തില്ല. നമ്മൾ ഓൾറെഡി ദാൽ ലേക്കിലൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തത് കാരണം നമ്മൾ ഫോട്ടോ ഒന്നും അവിടെ നിന്ന് എടുത്തില്ല. നമ്മളുടെ ഫോണിൽ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. അതുകൊണ്ട് ഇത് ഭംഗിയാണ് നോക്കി. പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളിൽ നിറയെ ചെമ്മരിയാടുകൾ ഇങ്ങനെ നടക്കുകയാണ് കൂട്ടമായിട്ട്. എന്ത് ഭംഗിയാണെന്നറിയാമോ ഈ സ്ഥലം. ഒരു രക്ഷയില്ല. എന്ത് ഭംഗി എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ടയേർഡാവും. അത്രയ്ക്ക് രസമുള്ള സ്ഥലം. അപ്പോൾ ഒരു പ്രാവശ്യങ്ങളും നിങ്ങൾ കാശ്മീർ വരണം. ഒരു 5 ദിവസത്തെ ടൂർ പാക്കേജിന് വരണം. പാക്കേജ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാക്കേജുകാർക്ക് അറിയാവുന്ന പാക്കേജുകാരെ ആവണം. ഈ കാശ്മീരിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരു പാക്കേജുകാരായിരിക്കണം. ഒന്നും അറിയാൻ പാടില്ലാത്ത പാക്കേജുകാരുടെ പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ അവർക്കും അറിയില്ല ഒന്നും. അവർ പറയുന്ന പോലെ ചെയ്യാൻ പറയും. അപ്പം നമ്മൾക്ക് അവരെ വിശ്വസിക്കാനും പറ്റില്ല. കാരണം അവരിങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് നമ്മളോട്. ശരിക്കും ഫോർച്യൂണിൽ നമ്മൾ പല ടൂറുകൾ പോയിട്ടുണ്ട്. നമ്മൾ ഡൽഹി, ആഗ്ര ടൂറൊക്കെ ഫോർച്യൂണിന് പാക്കേജായിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഗോവയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ടൂറുകൾ ഫോർച്യൂൺ പാക്കേജുകാർ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൂടാതെ യൂറോപ്യൻ ടൂറുകൾ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു ബിറ്റർ അനുഭവം നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം അവർക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഈ കാശ്മീരിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. നമ്മൾ പാക്കേജ് തന്ന ആളുടെ കുഴപ്പമാണോ അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഭയങ്കര മോശമായിരുന്നു. നമ്മൾക്ക് അത്രയും ക്യാഷ് നമ്മളവിടെ പേ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗുണവും ഇല്ലാതെയായിപ്പോയി. ബാക്കി എല്ലാ സ്ഥലത്തും പോയത് നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്താണ് പോയത്. പക്ഷേ നമ്മൾ കാശ്മീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു ഏരിയ ആണ്. പിന്നെ അതുകൂടാതെ ഇങ്ങനെ കുറച്ച് സേഫ്റ്റി ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കേജ് എടുത്ത് പോകുമ്പോൾ അത്രയും സേഫ്റ്റി ആയിരിക്കും, നമ്മളുടെ ഗൈഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ പോയത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈഡ് എന്ന് പറയുന്ന ആൾ നമ്മൾക്ക് ഒന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേവറായിട്ട് ഒന്നും അയാൾ ചെയ്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിലാണ്. ഗുൽമർഗിലോട്ട് ഒരു 2 കിലോമീറ്റർ നടക്കാവുന്നത് ഒരു 10, 12, 20 കിലോമീറ്റർ നടത്തേണ്ട ഗതി 2 വഴി ഒരേ രീതിയിലാണെന്ന് പറയുക, അത് ഭയങ്കര മോശമായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ്. കാരണം അവരിൽ നിന്ന് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മൾ എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ടൂറും വണ്ടികളും കുതിരവണ്ടികൾക്കാരും പിന്നെ വണ്ടിക്കാരും ഒക്കെ നിൽക്കുമ്പോൾ വേണ്ട, നമ്മൾ വന്ന വഴിക്ക് പുള്ളിക്ക് ഇങ്ങനെ പറയായിരുന്നു ഇങ്ങനെ 2 രീതിയിൽ നിങ്ങൾക്ക് പോകാം എന്നുള്ളത്. നമുക്ക് ഒരു ഗൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാനല്ലേ ഗൈഡ് വേണ്ടത്. അപ്പോൾ ഗൈഡ് എന്ന് പറയുമ്പോൾ ഹെൽപ്പ് ചെയ്യാതെ നമുക്ക് ഫേവറായിട്ട് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർക്ക് ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഒരാൾക്ക് കാശ്മീർ പോകണം, എങ്ങനെയാണ് നിങ്ങൾ പോയത്, നിങ്ങളുടെ പാക്കേജ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തായാലും ഇവരെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ബിറ്ററായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത്. പണ്ട് നമ്മൾ നേരത്തെയൊക്കെ ചിലവർ ടൂറിനെ കുറിച്ച് എങ്ങനെയാണ് ടൂർ പാക്കേജ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈ ഫോർച്യൂണിനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇത് നമുക്ക് നമുക്ക് ഈ കാശ്മീരിൻ്റെ ട്രിപ്പിൽ ഒട്ടും അവർക്ക് അറിയില്ല ശരിക്കും അവരുടെ ഗൈഡ് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് ഒട്ടും അറിയില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ടാണ് നമുക്ക് വന്നത്. അപ്പോൾ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഒരു ടീമിനെ കണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാക്കേജിൻ്റെ ടീം കൃത്യമായിട്ട് ഓരോടത്ത് ചെന്ന് ബാർഗെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പിന്നെ ഓരോടത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ ഏത് വഴി പോകുന്നതാണ് നല്ലതെന്നും എല്ലാം കാലിൽ നിന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഇവർ എല്ലാ റൈഡിനും എല്ലാത്തിനും പോയിരുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാത്തിനും ഇപ്പോൾ നമ്മൾ സോൻമർഗിൽ ചെന്നിട്ട് 0 പോയിന്റിലോട്ട് പോകുന്നതിന് വണ്ടി ബാർഗെയിൻ ചെയ്യുന്ന എത്ര രൂപ വരെയും ബാർഗെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ
നമ്മളുടെ പഹൽഗ്രാമിൽ പോകുമ്പോൾ ആരു വാലിയിലോട്ട് പോകുമ്പോൾ അവിടെ കുതിര റൈഡുകൾ എത്ര രൂപക്ക് ബാർഗെയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്യണമല്ല, നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് നല്ല കുതിര കിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അത് പോട്ടെ, പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബാർഗെയിൻ ചെയ്തൊക്കെ പോയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കുതിര ടയർഡായിട്ട് അവർക്ക് കൂടുതൽ റൈഡ് ചെയ്യാൻ പറ്റാതെ റൈഡ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നത്. അത് ഓക്കെ, അതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വന്നിറങ്ങിയപ്പോൾ പുള്ളിക്കാരൻ കൃത്യമായിട്ട് പറയായിരുന്നു. ഇപ്പം നമ്മൾ അവിടെ നിന്ന് പട്ടാളക്കാരനോട് ചോദിച്ചിട്ട് വേണം പോകേണ്ടി വന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ കാറിലോട്ട് കയറിയപ്പോൾ പുള്ളിക്ക് നമ്മളെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. കാരണം നമ്മൾ ഓൾറെഡി ഫോർച്യൂണിനെ വിളിച്ച് ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള പട്ടാളക്കാരോട് ചോദിച്ചു, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സിമ്പിളായിട്ട് പോരുകയും ചെയ്തു. അപ്പോൾ അയാൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തു. നമ്മളെ ലാസ്റ്റ് ഡേ പുള്ളിയല്ല നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വന്നത്, വേറൊരു പുള്ളിയാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്യാനൊക്കെ വന്നത്. അതായത് നമ്മൾ ടിപ്പൊന്നും കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരിയൊക്കെയാണ് നമ്മളോട് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മൾ ടിപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേ പുള്ളിക്ക് നമ്മൾ കൊടുത്തായിരുന്നു കേട്ടോ. നമ്മൾ സോൻമർഗിൽ പോയി വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കാരണം തന്നെ നമുക്ക് ടിപ്പൊക്കെ കൊടുക്കാൻ തോന്നി. പക്ഷേ ഈ ഒരു ഇത് വന്നപ്പോൾ നമുക്ക് ആ പുള്ളിനോടുള്ള ആ ഒരു ഇഷ്ടവും എല്ലാം പോയി. അപ്പോൾ അത് കാരണം നമ്മളൊന്നും പുള്ളിക്ക് ഫേവറായിട്ട് ഒന്നും ചെയ്തില്ല. ഗോണ്ടോള റൈഡ് എന്തായാലും നല്ല രസമാണ് കേട്ടോ. ഫസ്റ്റ് ഫേസ് നല്ല രസമാണ്, സെക്കൻഡ് ഫേസ് ഇതിനും അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ശ്രീനഗർ വരും, എന്നിട്ട് പഹൽഗ്രാം കാണും, സോൻമർഗിൽ 0 പോയിന്റിൽ പോകും, അതുകൂടാതെ നമ്മളുടെ സോൻമർഗിൽ ഹോഴ്സ് റൈഡ് പോകും, ഗോണ്ടോള റൈഡ് സെക്കൻഡ് ഫേസും ഇങ്ങനെയുള്ളപ്പോൾ വരണം എന്നാണ് ആഗ്രഹം. അല്ലെങ്കിൽ ഞങ്ങൾ മാർച്ച് ടൈമിൽ വരും. മാർച്ച് ടൈമിൽ കുറച്ചും കൂടി പൂക്കളും നല്ല രസമായിരിക്കും. അതുകൂടാതെ ആപ്പിൾ തോട്ടങ്ങളൊക്കെ കുറച്ചും കൂടി രസമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മാർച്ച് ടൈം ആണെങ്കിൽ തുലിപ്പിൻ്റെ ടൈമായിരിക്കും. പിന്നെ അതുകൂടാതെ കുങ്കുമപ്പൂക്കളിൽ പഹൽഗ്രാമിൽ പോണ വഴി മുഴുവൻ കുങ്കുമപ്പൂക്കളാണെന്ന് പറഞ്ഞു. അരുവാലിയുടെ ആ ഏരിയയിലൊക്കെ കുങ്കുമപ്പൂക്കൾ കൃഷിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല രസമായിരിക്കും ആ കുങ്കുമപ്പൂക്കളുടെ ആ ഏരിയയിലെ കൂടെയുള്ള യാത്ര. അപ്പോൾ എന്തായാലും മാർച്ച് ടൈമിൽ വന്നാലും നല്ലതാണ്, വെർത്താണ്. പിന്നെ മഞ്ഞ് വീഴുമ്പോൾ വന്നാലും വെർത്താണ്. പക്ഷെ മഞ്ഞ് വീഴുമ്പോൾ എല്ലാവർക്കും ആ ക്ലൈമറ്റിൽ വരാൻ പറ്റണം എന്നില്ല. പക്ഷേ മാർച്ച് ടൈമാണെങ്കിൽ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ടൂറിസ്റ്റുകളുടെ ടൈമായിരിക്കും. നല്ല രസമാണ്. എന്തായാലും നല്ല അടിപൊളിയാണ്. പിന്നെ ഗുൽമർഗിൽ ഒരുപാട് സേഫ്റ്റി ഉണ്ട് കേട്ടോ. നല്ല ഒരുപാട് പട്ടാളക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. പട്ടാളക്കാരുടെ ഒരു സെൻറ്റർ തന്നെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഗുൽമർഗിൽ. നല്ല രസമാണ് കേട്ടോ. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു, നമ്മളും നല്ലോണം എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു കാശ്മീരിൽ. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആപ്പിൾ തോട്ടത്തിലാണ്. അപ്പോൾ ഇത് തന്നെ ലെങ്തി വീഡിയോ ആയതുകൊണ്ടാണ് ആപ്പിൾ തോട്ടം കൂടി ഞാനിതിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ആപ്പിൾ തോട്ടത്തിൽ പോകുന്ന വീഡിയോ ഒക്കെ നെക്സ്റ്റ് ഇടുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല രസമുള്ള അരുവികളും നല്ല അടിപൊളി ബിൽഡിങ്ങുകളും, ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻസൊക്കെ നമ്മൾ യൂറോപ്യൻ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കൺസ്ട്രക്ഷനൊക്കെയാണ്. നമ്മൾ യൂറോപ്പിലൊക്കെ പോയിട്ടില്ല, അന്നെങ്കിൽ സ്വിറ്റ്സർലാൻഡിലൊക്കെ കാണുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ഏരിയയാണ് ഈ കാശ്മീർ എന്ന് പറയുന്നത്. കാശ്മീരിൻ്റെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ അത്രയ്ക്ക് മനോഹരമാണ്. വീടുകളുടെ അറേഞ്ച്മെൻറ്റും എല്ലാം നല്ല രസമാണ് കേട്ടോ. സ്ലോപ്പിംഗ് റൂഫുകളാണ്, നല്ല രസമുള്ള സ്ലോപ്പിംഗ് റൂഫുകളാണ്. അതുകൂടാതെ കൺസ്ട്രക്ഷനും ഫുള്ള് ഗ്ലാസ്സിലൊക്കെ ഇട്ടുള്ള ഡോറുകളൊക്കെ ഇട്ടുള്ള ഹോട്ടലുകളും എല്ലാം നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാശ്മീരിൽ. നമുക്കിനി ആപ്പിൾ തോട്ടത്തിൽ വെച്ച് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ.